എല്ലാവർക്കും നമസ്കാരം. 55ാമത് ദേശീയ സുരക്ഷാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഞങ്ങൾ ആവാസ് നുക്കഡ് നാടക സംഘം അവതരിപ്പിക്കുന്ന നാടകം സേഫ്റ്റി ഫസ്റ്റിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ ഫാക്ടറിയിലെ ചില വീരന്മാരെ, തൊഴിലാളികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതുപോലുള്ള തൊഴിലാളികളാണ്, വീരന്മാരാണ് എല്ലാ ഫാക്ടറിയിലും എയർപോർട്ടിലുമൊക്കെ തന്നെ ജോലി ചെയ്യുന്നത്. നമ്മുടെ ഫാക്ടറിയിലെ വലിയ ഇരുമ്പ് പൈപ്പുകളും തടികളും അതുപോലെ തന്നെ വലിയ പടികളും പെട്ടികളും ഇതൊക്കെ തന്നെ നമ്മുടെ ആരുടെയും സ്വന്തമല്ല. അതുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഇതിൻ്റെയൊക്കെ തന്നെ യഥാർത്ഥ ഭാരം. അതുകൊണ്ട് ഇവയുമായി ഇടപഴകുമ്പോൾ വളരെയധികം സൂക്ഷ്മത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരൊറ്റ നിമിഷത്തെ ജുഗാട്, അശ്രദ്ധ, അത് മതി നമ്മുടെ ജീവിതകാലം മുഴുവൻ അതോർത്ത് നമ്മൾ ദുഃഖിക്കാൻ. അതുകൊണ്ട് ജോലി കഴിഞ്ഞ് വൈകുന്നേരം സന്തോഷത്തോടെ സമാധാനമായി വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സുരക്ഷ, അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏൽക്കണം. അതിന് മറ്റാരും ഉത്തരവാദികളല്ല. മനസ്സിലായല്ലോ? ഞാൻ എൻ്റെ ഫാക്ടറിയിലെ ചില വീരന്മാരെ വിളിക്കാം. അവരുടെ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഫാക്ടറിയിൽ ഇടപെടുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ? മുന്ന, ചിറ്റു, നിങ്ങൾ എവിടെയാണ്? ഓടി വാ. എപ്പോഴേ പറഞ്ഞതാണ് ഈ പണിയൊക്കെ തീർക്കണമെന്ന്. ആടി ആടി വരും. പെട്ടെന്ന് പണി ചെയ്യും. സമയം ഇന്നത്തെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. എന്തൊക്കെ കൃത്യസമയത്ത് പണി തീർക്കണം. പിന്നെ വീണ്ടും ഡിലേ ചെയ്ത് നാളെ പണി മാറ്റി വെക്കരുത്. ഇന്നത്തെ പണി ഇന്ന് തന്നെ തീർക്കണം. പെട്ടെന്ന് സുരക്ഷിതമായ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ വീണ്ടും ഇങ്ങോട്ട് വരുത്തരുത്. വൈകുന്നേരം നമ്മൾ കാണാവും. ഇവിടെ ചിറ്റു, മണ്ടത്തിലൊന്നും കാണിക്കരുത്. ഇല്ല ഇല്ല, നെഞ്ചത്തുണ്ട വീഴും. ഡേയ്, നീ പോയേ ആ കുതിര എടുത്തോണ്ട് വന്നാണ്. കുതിര എയർപോർട്ടിൽ എവിടെ സാർ കുതിര? എടാ മണ്ട, കുതിര എന്ന് പറഞ്ഞാ ഏണി ലാഡർ. നീ എങ്ങോട്ട് പോണേ? അല്ല, ലാഡർ എടുക്കണ്ടേ? അത് സ്റ്റോർ റൂമിലാണ്. സ്റ്റോർ റൂമിലാ? നീ ഇനി അവിടെ പോയി ഒരു എത്ര സമയം എടുക്കും? ഒരു 10 മിനിറ്റ്. നീ ഇവിടെ നില്ല്. ഞാന് ഈ പാട്ട ഇതിന്റെ മണ്ട വെച്ചിട്ട് കേറാം. എങ്ങനെയുണ്ട്? സാർ ഇത് സേഫ് അല്ല, നമ്മൾ ട്രെയിനിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. എടാ, എനിക്കിവിടെ 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നീ പിടിയടാ. എടേ ചിറ്റു, ഇതാണ് ഇതാണ് നീയൊക്കെ സർക്കസാണ് കാണിക്കുന്നത്. കാര്യം എത്ര പ്രാവശ്യം നിന്നോടൊക്കെ പറയണം ഞാൻ. തൊഴിലിടത്തിൽ ലാഡർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് നിയമങ്ങളുണ്ട്. ലാഡർ ഉപയോഗിക്കുമ്പോ നിയമമുണ്ടെന്ന് നമ്മൾ കാണാത്ത പോലെ. എന്നാൽ കേട്ടോ, നിയമങ്ങളുണ്ട്. ഒരു ലാഡർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, അതാദ്യം പരിശോധിക്കണം. അതിന്റെ ഏതെങ്കിലും പടികൾ, സ്റ്റെപ്പുകൾ പൊട്ടിയിട്ടുണ്ടോ, കേടുപാടുകളുണ്ടോ, തകർന്നിട്ടുണ്ടോ നോക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിലെ 2 പടികൾ തകർന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അലൈൻമെന്റ് മാറും. അപ്പോൾ അതൊട്ടും സുരക്ഷിതമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ തകർന്ന പടികളുള്ള ലാഡർ ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ലാഡർ ഉറപ്പിക്കുമ്പോൾ നോക്കേണ്ടത് 1:4 ആംഗിളിലായിരിക്കണം ലാഡർ എപ്പോഴും ഉറപ്പിക്കേണ്ടത്. 1:4? അതെ. അതായത് 4 അടി നമ്മൾ ഹൈറ്റിൽ കയറണമെന്നുണ്ടെങ്കിൽ ആ 4 അടി കയറാൻ ചുവരിൽ നിന്നും 1 അടി അകലത്തിൽ വേണം ഏണി പ്ലേസ് ചെയ്യേണ്ടത്. അതായത് 75 ഡിഗ്രി ചരിവിൽ വേണം ലാഡർ എപ്പോഴും നമ്മൾ തൊഴിലിടത്തിൽ പ്ലേസ് ചെയ്യാൻ. അതാണ് സുരക്ഷിതമായി ലാഡർ ഉപയോഗിക്കുന്നതിന്റെ മാർഗ്ഗരേഖ. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 3 പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഒരിക്കലും മറക്കരുത്. അല്ല സാറേ, അതെന്തൊരു സാധനം? 3 പോയിന്റ് ഓഫ് കോണ്ടാക്ട് അത് പറഞ്ഞൂടെ? 3 പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ലാഡറിൽ കയറുമ്പോൾ നമ്മുടെ 2 കൈയും 1 കാലും എപ്പോഴും ലാഡറുമായി സമ്പർക്കത്തിലുണ്ടായിരിക്കണം. 2 കൈയും 1 കാലും, അതല്ലെങ്കിൽ 2 കാലും 1 കൈയും എപ്പോഴും ലാഡർ ഉണ്ടായിരിക്കണം. അതാണ് 3 പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അത് തന്നെ. മുന്നേക്ക് കാര്യം പിടികിട്ടി. സ്പൈഡർമാൻ ആകരുത്. അത് മാത്രമല്ല, ചുറ്റു ലാഡറിൽ കയറുകയാണെങ്കിൽ മുന്നെയാണ് കയറുന്നതെങ്കിൽ ചുറ്റു താഴെ നിന്നും ലാഡർ പിടിച്ചു കൊടുക്കണം. ഇനി അങ്ങനെ പിടിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല എന്നിരിക്കട്ടെ, എങ്കിൽ ലാഡർ എവിടെയെങ്കിലും കെട്ടി ഉറപ്പിക്കുകയെങ്കിലും ചെയ്യണം. എന്നിട്ട് ലാഡറിൽ കയറാവും. അതാണ് സുരക്ഷിതമായ ലാഡറിൽ കയറാനുള്ള മാർഗം. പിന്നെ കഥ പറഞ്ഞുകൊണ്ട്, ഗോസിപ്പൊക്കെ പറഞ്ഞുകൊണ്ട് ലാഡറിൽ ഇങ്ങനെ ചരിഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ ഒന്നും അല്ല ലാഡറിൽ കയറേണ്ടത്. ലാഡറിന് അഭിമുഖമായി നമ്മൾ മുഖം വെക്കണം. എന്നിട്ട് നേരെ പിടിച്ചു വേണം ലാഡറിലേക്ക് കയറുന്നതിന്. മനസ്സിലായോ? അതുപോലെ തന്നെ ലാഡറിൽ കയറുമ്പോൾ ഇതിന്റെ പടികളിൽ പിടിച്ചൊരിക്കലും ലാഡറിൽ കയറരുത്. പടികളിൽ പിടിച്ചല്ല കയറേണ്ടത്, സൈഡ് റൈൽ. അതാണ് ഏറ്റവും സുരക്ഷിതമായി
ലാഡറിൽ കയറാനുള്ള ശരിയായ മാർഗം. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾക്ക് ലാഡറിന്റെ മുകളിൽ വല്ല സാധനവും കൊണ്ടുപോകണമെങ്കിൽ അത് ഇതിന്റെ കൂടെ ഒരു കയ്യിൽ കൊണ്ടുപോകരുത്. അതിന് ബെൽറ്റ് സിസ്റ്റം ഉണ്ട്. അതുവഴി വേണം നോബ് വഴി നമ്മൾ സാധനങ്ങൾ മുകളിൽ എത്തിക്കാൻ വേണ്ടി. ഇതിന്റെ ആ ശരിയായ മാർഗങ്ങൾ നമ്മൾ പാലിക്കണം. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ഒരു ഏണി കയറാൻ ഇത്രയും പാടുണ്ടോ എന്ന്. ഉണ്ട്. കാര്യം സുരക്ഷയെ സംബന്ധിച്ച് ഒരു ചെറിയ വീഴ്ചയ്ക്ക് നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടി വരുന്നത് നമ്മുടെ ആയുഷ്കാലമാണ്, നമ്മുടെ ജീവനാണ്. അപ്പൊ നമ്മുടെ ജീവനാണോ പ്രധാനം, തൊഴിലാണോ പ്രധാനം? നമ്മുടെ ജീവനാണ് പ്രധാനം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പാലിക്കണം. ഉറപ്പായിട്ട് സാർ. ഇതൊക്കെ പറഞ്ഞതിന്റെ സമയം പോകുന്നു, പണി തീരുന്നുമില്ല. എത്ര പ്രാവശ്യം എന്ന് ഞാൻ പറയണ്ടേ? ഇനി ആവർത്തിക്കോ? ഇനി എന്നെ വരുത്തരുത്. ഇനി വരരുത്. പെട്ടെന്ന് തീർക്കണേ. എടാ ചിറ്റു, നീ ആ പൈപ്പ് എടുക്കും. സാർ, ഈ പൈപ്പിൽ എങ്ങനെയാണ് സാർ കയറുന്നത്? ഇതില് ബേസ് പ്ലേറ്റ് ഇല്ലല്ലോ, അത് മൊത്തം ജങ്ക് പിടിച്ചിരിക്കുന്നു, തുരുപ്പിച്ച് പൊട്ടിപ്പോവും. എടാ നീ കയറി, ഞാൻ പിടിച്ചോളൂ. അവന്റെ ഞാൻ പിടിക്കാൻ എന്തുവാണ് ഈ കാണിക്കുന്നത്? ഇങ്ങനെയാണോ സ്കഫോൾഡിങ്സിൽ കയറുന്നത്? ഞാൻ പിടിച്ചിട്ടുണ്ട്. പിടിച്ചാൽ മതിയോ? സ്കഫോൾഡിങ്സിന്റെ ബേസ് പ്ലേറ്റ് കറക്റ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ വെക്കാനുള്ള, അങ്ങനെയാണോ വെച്ചിരിക്കുന്നത്? സുരക്ഷിതമായിട്ട് കയറണ്ടേ? സ്കഫോൾഡിങ്സിന്റെ ബേസ് പ്ലേറ്റ് കൃത്യമായും നല്ല ഉറപ്പുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ വെക്കണം. അത് നിർബന്ധമാണ്. പിന്നെ അടുത്തതായുള്ളത്, അതിന് നമ്മൾ ഗാർഡ് റെയിൽസ് വേണം. ഗാർഡ് റെയിൽസ് ഇല്ലെങ്കിൽ അതിന്റെ മുകളിൽ നിന്നും ഉറപ്പായിട്ടും ആ തൊഴിലാളി താഴെ വീഴും. മൂന്നാമതായുള്ളത് ടാഗ് ടെസ്റ്റ് ആണ്. ടാഗ് ടെസ്റ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ? മറ്റേ ഒരു ചുമപ്പും അതെ അതെന്താന്ന് അറിയാമോ എന്നാ ചോദിച്ചാൽ? അറിഞ്ഞൂടാ, പറഞ്ഞുതരാം. ടാഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പ് ടാഗ് ആണെങ്കിൽ അത് സുരക്ഷിതമല്ല, കയറാൻ പാടില്ല. പച്ച ടാഗ് ആണെങ്കിൽ മാത്രമേ അത് സുരക്ഷിതമാണെന്ന് ഉറപ്പുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ സ്കഫോൾഡിങ്സിൽ കയറാൻ പാടുള്ളൂ. എന്താണ് പറഞ്ഞ ഒന്ന് കേൾക്കട്ടെ. റെഡ് ടാഗ് സേഫ് അല്ല, ഗ്രീൻ ടാഗ് സേഫ് ആണ്. കറക്റ്റ്. അത് എന്തുകൊണ്ടാണ് ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ചാൽ സ്കഫോൾഡിങ്സിൽ നിന്നും വീണാണ് തൊഴിലിടങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ സുരക്ഷാ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവും. ഓക്കെ, അങ്ങനെ തന്നെ കയറും കൃത്യമായിട്ട്. ഓക്കെ, ശ്രദ്ധിച്ചോളാം. പെട്ടെന്ന് വീട്ടിൽ പോകാം. നീ കയറിയാണ്. ഞാൻ പിടിച്ചിട്ടുണ്ട്. നമ്മളെ സാറേ 10 മീറ്റർ ഉയർത്തി നിൽക്കുകയാണ്. ഹാർനസ് ഇല്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. 2 മിനിറ്റുള്ള പണിക്ക് നീ 10 മിനിറ്റ് ഉണ്ടാക്കി വെക്കല്ലേ? ഹാർനസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഉറപ്പുണ്ടാകും. ഉയർത്ത് പണിയെടുത്തോണ്ടിരിക്കല്ലായിരുന്നോ? അല്ല സാറേ, ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. ഹാർനസ് കിട്ടാതെയാണ് പണിയെടുത്തത്. ഹാർനസ് ചെയ്തിട്ടല്ലേ ഉയരത്തിൽ പണിയെടുക്കാൻ പാടുള്ളൂ. 1.8 മീറ്ററിന്റെ കാലം ഉയരത്തിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ കൃത്യമായി ഹാർനസ് കെട്ടിയിരിക്കണം, അത് ആങ്കർ ചെയ്തിരിക്കണം, ഡബിൾ അതിനെ ഉപയോഗിക്കുകയും വേണം. എന്നാൽ മാത്രമല്ലേ ജീവൻ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഇത്രയും ഉയരത്തിൽ പണിയെടുക്കുമ്പോൾ ഹാർനസ് ഇല്ലാതെ ഇവനെ കയറ്റിവിട്ട നിന്ന് എന്ത് പറയാനാണ്? ഞാൻ പറഞ്ഞ കേൾക്കത്തില്ല സാറേ. എത്ര പ്രാവശ്യം ഇതൊക്കെ ഇതിനടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരണം. സാറ് പറഞ്ഞ എന്താണ് മനസ്സിലായ? ചുരുക്കത്തിൽ ഇതിന്റെ മുകളിൽ കയറുമ്പോൾ സ്വയം ഹീറോ ആകാൻ ശ്രമിക്കരുത്. ബെൽറ്റ് ഉപയോഗിക്കുക, എങ്കിൽ മാത്രമേ സുരക്ഷിതമായി പണി തീർത്ത് വീട്ടിൽ പോകാൻ കഴിയൂ. ഇതൊക്കെ പറഞ്ഞ് സാറേ വല്ല നടക്കോ ഇവിടെ പണി? കാര്യങ്ങൾ ചെയ്യും. ഹാർനസ് ഇല്ല, ഇനി ബാക്കി പണി ചെയ്യാനുള്ള എന്താ ചെയ്യും? സാറിന് ഭരണം ചെയ്ത മറ്റേ ടാക്ക് തൂക്കാം. കുഴപ്പമില്ലല്ലോ നിനക്ക്? മാറുന്നില്ല. അവന് ഇത്തിരി ശുദ്ധമായി കിട്ടിക്കോട്ടെ. അവന് ചുറ്റുമൊക്കെ നിൽക്കാതെ. എടാ, ഒരാൾ ബോധം കിട്ടി വീണ ആദ്യം അയാൾക്ക് ഇത്തിരി ശുദ്ധമായി കിട്ടിക്കോട്ടെ. ഒന്ന് വിളിച്ചു നോക്ക്, റെസ്പോൺസ് ഉണ്ടോ ഒന്ന് വിളിച്ചു നോക്ക്. എടാ, ശ്വാസം ഉണ്ടോ നോക്ക്. ശ്വാസം ഉണ്ടോ നോക്ക്. ശ്വാസം ഇല്ലെങ്കിൽ വേഗം CPR നൽകണം. CPR അങ്ങനെ ഇതുപോലെ 1 മിനിറ്റിൽ 100 മുതൽ 110 പ്രാവശ്യം വരെ ചെയ്യണം. അതും 2 മുതൽ 2.5 ഇഞ്ച് താഴ്ത്തി ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കും. ഒരു കാരണവശാലും ബോധമില്ലാതെ കിടക്കുന്ന ആൾക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല. അത് വളരെ അപകടകരമാണ്. ഓക്കെ, ഇങ്ങനെ തന്നെ ചെയ്തോണ്ടിരിക്കുക. CPR കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, വെള്ളം കൊടുക്കാം. അല്പം വെള്ളം കുടിച്ചോ.
അറിയാ കണ്ടോ സുരക്ഷിതമല്ലാതെ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്ന കണ്ടോ? ചിറ്റു, ഓക്കേ അല്ലേ? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് യഥാർത്ഥ ഹീറോ ആരാണ്. വൈകിട്ട് സുരക്ഷിതമായിട്ട് വീട്ടിലെത്തുന്നവരാരോ അവരാണ് യഥാർത്ഥ ഹീറോസ്. നിങ്ങളുടെ സുരക്ഷ അത് നിങ്ങളുടെ കയ്യിലാണ്. അതെ, തൊഴിലിടമല്ല പ്രധാനം, അതിനേക്കാൾ പ്രധാനം നമ്മുടെ ജീവനാണ്. നമ്മുടെ ജീവനേക്കാൾ വിലപ്പെട്ടതല്ല ഒരു തൊഴിലിടങ്ങളും. സുരക്ഷിതമാണ് ആദ്യം. ലാഡറിന്റെ പടി മുതൽ സ്കാഫോൾഡിംഗ്സിന്റെ ഗ്രീൻ ടാഗ് വരെ എല്ലാ കാര്യങ്ങളും കൃത്യവും സുരക്ഷിതവുമാണെന്ന് നമ്മൾ എല്ലാവരും ഉറപ്പാക്കണം. സുരക്ഷയെ സംബന്ധിച്ച ഒരു ചെറിയ സൂചന പോലും ഒരിക്കലും അവഗണിക്കരുത്. ഉയരങ്ങളിൽ കയറുമ്പോൾ ഹാർനസ് നമ്മുടെ ജീവൻ രക്ഷിക്കും. ശരിയായ ഫസ്റ്റ് എയ്ഡ് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നു. ഫാക്ടറി നാളെയും തുറക്കും, പക്ഷേ നിങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബവും നിങ്ങളെ കാത്തിരിക്കുകയാണ്. സുരക്ഷ അത് പ്രധാനം.